പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ബില്ലി ഗ്രഹാം ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരമാണ്: ദൈവരാജ്യം ഒരു രാജ്യത്തിന്റെയോ ഒരു വംശത്തിന്റെയോ രാജ്യമല്ല, മറിച്ച് എല്ലാ രാജ്യങ്ങളുടെയും എല്ലാ വംശങ്ങളുടെയും രാജ്യമാണ്. മദർ തെരേസ പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം സ്നേഹത്തിന്റെ രാജ്യമാണ്. സ്നേഹത്തിന് പ്രത്യേകമായ അതിരുകളോ ഭാഷകളോ സംസ്കാരങ്ങളോ ഇല്ല എന്നാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് വേദപുസ്തകം നൽകുന്ന കാഴ്ചപ്പാടുകളിൽ ശ്രദ്ധേയമായ ഒന്ന് കടുകുമണിയോട് ഉപമിക്കുന്നതാണ്. ഏറ്റവും ചെറിയ വിത്ത് വളർന്ന് വലിയ ശാഖകളുള്ള വൻ വൃക്ഷമായി ആകാശത്തിലെ പറവകളെല്ലാം വന്ന് അതിൽ വസിക്കുന്നുവെന്ന് ആലങ്കാരികമായി പറഞ്ഞിരിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം വിശാലമായ ഒന്ന്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള വേദഭാഗത്ത് ദൈവരാജ്യത്തിന്റെ സാർവത്രികതയെക്കുറിച്ച് യേശു വ്യക്തമാക്കുന്നു. യേശു പുരുഷാരത്തിന് നടുവിൽ നിന്ന് സംസാരിക്കുമ്പോഴാണ് തന്റെ അമ്മയും സഹോദരന്മാരും അവനെ അന്വേഷിക്കുന്നുവെന്ന് ആരോ വന്ന് പറയുന്നത്. തന്റെ ചുറ്റിലും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് യേശു പറയുന്ന മറുപടി ശ്രദ്ധേയമാണ്: എന്റെ അമ്മയും സഹോദരന്മാരും ഇതാ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു. ഇതിലൂടെ കർത്താവ് തന്റെ ഭൗതിക കുടുംബത്തെ തള്ളിപ്പറയുകയല്ല, മറിച്ച് ദൈവരാജ്യത്തിന്റെ അഥവാ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകുക എന്നതിന്റെ അർത്ഥവ്യാപ്തി വ്യക്തമാക്കുകയാണ്. കുടുംബത്തെയും സമൂഹത്തെയും കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ഒന്ന് പുനർവിചിന്തനം ചെയ്യുവാനുള്ള ഒരു വെല്ലുവിളിയായി ഇതിനെ കണക്കാക്കാം. എന്താണിന്ന് നമ്മുടെ കുടുംബ സങ്കല്പങ്ങൾ? രക്തബന്ധമുള്ളവർ മാത്രമാണ് പലപ്പോഴും കുടുംബം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്കുള്ളവരെ മാത്രം ചേർത്തു നിർത്തുന്ന സമ്പ്രദായം. എന്നാൽ രക്തബന്ധം മാത്രമല്ല, അതിനേക്കാൾ ഉയർന്ന വ്യക്തിബന്ധങ്ങൾ, സാഹോദര്യ ബന്ധങ്ങൾ ചേർത്തു നിർത്താനാവുമെന്നത് നാം പലപ്പോഴും മനഃപൂർവ്വം മറന്നു പോകാറുണ്ട്. അതുകൊണ്ടാണ് ജാതിയും മതവും സംസ്കാരവും നോക്കി ഉയർന്നവനെന്നും താഴ്ന്നവനെന്നും ദളിതനെന്നുമൊക്കെ ചിന്തിച്ച് പലപ്പോഴും പലരെയും നാം മാറ്റി നിർത്തുന്നത്. മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ തന്റെ പ്രേമസംഗീതം എന്ന കവിതയിൽ എഴുതിയത് നാം ഏവരും ഏകോദര സോദരർ ആണെന്നാണ്. വസുദൈവ കുടുംബകം എന്നൊരാശയം ഉപനിഷത്തിലും നാം കാണുന്നുണ്ട്. ദൈവരാജ്യത്തിന്റെ സാർവത്രികത വെറും ഒരു സങ്കല്പമല്ല, മറിച്ച് നമുക്ക് അനുദിനം അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഉപാധികളില്ലാതെ ഏവരെയും സ്നേഹിക്കുവാനും കരുതുവാനുമുള്ള മനസ്ഥിതിയാണ് നമുക്കുണ്ടാവേണ്ടത്. 1 ശമൂവേൽ 18-ാം അധ്യായത്തിൽ ആട്ടിടയനായിരുന്ന ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ച യോനാഥാൻ എന്ന രാജകുമാരനെ കുറിച്ച് വായിക്കുന്നു. ഇവരുടെ സ്നേഹം കണ്ട ശൗൽ രാജാവ് ദാവീദിനെ ചേർത്ത് കൊണ്ടു എന്ന് കാണുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിലും ചുറ്റുപാടുകളിലും ഇങ്ങനെ ചില നന്മകൾ കാണാം. ആരുമല്ലാത്തവരെയും ചേർത്ത് നിർത്തുന്നവർ, ഒരു കുടുംബം പോലെ കരുതുന്നവർ. വയനാട്ടിലെ മുണ്ടക്കൈ ചൂരമല ദുരന്തം നമുക്ക് മറക്കുവാനാകില്ല. ആ പ്രദേശങ്ങളിലെല്ലാം നഷ്ടമായവർക്ക് സഹായഹസ്തവുമായി എത്തിയത് ബന്ധുജനങ്ങളല്ല, നാനാജാതി മതസ്ഥരാണ്, സുമനസ്സുകളാണ്. രക്തബന്ധങ്ങളെ പോലും മാറ്റി നിർത്തുന്ന ലോകത്തിൽ നന്മയുടെ, സ്നേഹത്തിന്റെ കുടുംബം കെട്ടിപ്പടുക്കുന്നവർ. 2018-ലെ പ്രളയം ഇന്നും മനസ്സിലൊരു നടുക്കമാണ്. എന്നാൽ അവിടെയും നാം കണ്ടത് വലിപ്പച്ചെറുപ്പമോ ബന്ധുവെന്നോ അപരനെന്നോ നോക്കാതെ എത്ര കഷ്ടം സഹിച്ചും മറ്റുള്ളവരെ രക്ഷിക്കുവാൻ പ്രയത്നിച്ച അനേകരെയാണ്. ഒരു മനസ്സോടെ ഒറ്റ കുടുംബമായി നിലനിന്നവർ. എന്നാൽ ഇന്ന് നാം അതൊക്കെ മറന്നു പോകുന്നില്ലേ? മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? പ്രാർത്ഥനകൾ പോലും പലപ്പോഴും സ്വന്തം കാര്യങ്ങൾ മാത്രമായി തീരുന്നില്ലേ? കുടുംബ മഹിമയോ കുലമഹിമയോ ജാതിമത ചിന്തകളോ നോക്കാതെ മറ്റുള്ളവരെ ഒന്ന് ചേർത്ത് നിർത്തുവാൻ, സോദരത്വേന വർദ്ധിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നുവെന്നും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. യഹൂദനെന്നോ യവനനെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്രയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. തന്റെ ആരുമല്ലാത്തവർക്ക് കരൾ പകുത്തു നൽകുന്നവരും, അനാഥരെ താങ്ങുന്നവരും, വിശക്കുന്നവന് ഭക്ഷണം നൽകുന്നവരും, കരയുന്നവന്റെ കണ്ണുനീരൊപ്പുന്നവരുമൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. ഏവരെയും ചേർത്ത് നിർത്തുന്ന ദൈവരാജ്യത്തിന്റെ ഭൂമിയിലെ ചെറിയ പതിപ്പുകളാണവർ എന്നതിൽ സംശയമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇന്ന് എന്താണ്? കുടുംബത്തിൽ, ആരാധനാലയങ്ങളിൽ, ജോലിസ്ഥലങ്ങളിൽ നിസ്സാര കാരണങ്ങളുടെ പേരിൽ പലരെയും നാം അകറ്റി നിർത്താറില്ലേ? ചേർത്ത് പിടിക്കേണ്ടവരെ തിരിഞ്ഞു നോക്കാതെ നമ്മൾ കടന്നു പോകാറില്ലേ?
ദൈവ ഇഷ്ടം ചെയ്ത് ദൈവിക കുടുംബത്തിലെ അംഗങ്ങളാകുവാൻ നാം മറന്നു പോകുന്നുവോ? ദൈവത്തിന്റെ സാർവത്രിക കുടുംബത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിന്റെ പഠിപ്പിക്കൽ ഇന്ന് നമുക്ക് ശക്തമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. കുടുംബം, സമൂഹം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ഇടുങ്ങിയ കാഴ്ചപ്പാടുകളൊന്ന് പുനർവിചിന്തനം ചെയ്യപ്പെടണം. ദൈവഹിതം ചെയ്യുന്നവരാണ് എൻ്റെ കുടുംബക്കാർ എന്ന യേശുവിന്റെ വാക്കുകൾ നമുക്കും പ്രചോദനമാകണം. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അയൽക്കാരനെ, സഹപ്രവർത്തകനെ ഉപാധികളില്ലാതെ ഒന്ന് ചേർത്ത് നിർത്തുവാനും സഹായഹസ്തം നീട്ടുവാനും സാധിക്കുമ്പോൾ നാമും വിശാലമായ ദൈവിക കുടുംബത്തിലേക്ക് ചേർക്കപ്പെടുകയാണ്. ദൈവരാജ്യത്തിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സ്നേഹനിർഭരവുമായ സ്വഭാവം പ്രതിഫലിപ്പിക്കുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ശ്രമിക്കാം. നോമ്പ് ദൈവരാജ്യത്തിന്റെ സാർവത്രികതയിലേക്കും വിശാലമായ കാഴ്ചപ്പാടിലേക്കും നമ്മെ നയിക്കട്ടെ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: യഹോവയെ സേവിച്ച് അവന്റെ നാമത്തെ സ്നേഹിച്ച് അവന്റെ ദാസന്മാരായിരിക്കേണ്ടതിന് യഹോവയോട് ചേർന്ന് വരുന്ന അന്യജാതിക്കാരെ ശബത്തിനെ അശുദ്ധമാക്കാതെ ആചരിക്കുകയും എന്റെ നിയമം പ്രമാണിച്ച് നടക്കുകയും ചെയ്യുന്നവരെയൊക്കെയും തന്നെ ഞാൻ എന്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് കൊണ്ടുവന്ന് എന്റെ പ്രാർത്ഥനാലയത്തിൽ അവരെ സന്തോഷിപ്പിക്കും. എന്റെ ആലയം സകല ജാതികൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും. സ്നേഹവാനായ പിതാവേ, സാർവത്രികമായ ദൈവരാജ്യത്തിലെ അംഗങ്ങളാകുവാൻ ഞങ്ങളെയും ഒരുക്കണമേ. നന്മയും സ്നേഹവും കരുതലുമുള്ളവരായി ഏവരെയും ഉൾക്കൊള്ളുന്നവരായി ജീവിക്കുവാൻ സഹായിക്കണമേ. അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആമേൻ.